ദിൻദനദാ തതതാ ദിൻദനദാ തതതാ ദിൻദനദാ തതതാ ദിൻദനദാ തതതാ. എന്റെ കാവിലമ്മേ, ഈ വിശാലം എന്തേ കാണിക്കണേ? അയലക്കത്തെ സ്നേഹമൊന്നും കാണിക്കില്ലട്ടോ. ഒറ്റ പിച്ചു വെച്ചൊന്നല്ലോ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത്. മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. സരസ്വന്ത ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കാൻ നിന്റെ കെട്ടിയാൻ വരുമോ? ആ, എല്ലാവരും ചിരിച്ചു മതി. ഇനി അടുത്ത സ്റ്റെപ്പ്. മാങ്ങ പറി ചെളിക്കുത്ത്, പിന്നെ കടലിലെ വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. ആ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? രാധേ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്. മാലതി എപ്പുറത്തിരുന്ന് കരയാ. എന്ത് പറ്റിടി? അവൾ ഇപ്രാവശ്യം 10ാം ക്ലാസ് തോറ്റു. അയ്യോടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമി ദേവി, വാടാ. മാലു, തോറ്റു എന്ന് പറഞ്ഞ് എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കണേ? സെപ്റ്റംബർ മാർച്ച് നീ കിടക്കല്ലേ? ആദ്യ കൂതി പെത്താൻ പഠിച്ചാ പോരെ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലല്ലോ. 10ഓ? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10ൽ പാതിന്ന്. കണക്കറിഞ്ഞൂടെ പിശാശിന്. ദേ സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുന്നോളൂ കേട്ടോ. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ. പോയത് പോട്ടെ എന്ന്. ഇത്തവണയെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതാ. മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കൂന്ന് പറഞ്ഞല്ലേ? തുറലാശം പറഞ്ഞതാ. അത് ഇന്നവര് തെറ്റിയുണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തയാക്കിയില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ് ഫ്രൂട്ട് നിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയോ? ഇല്ലെങ്കിൽ ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. അല്ല മാലു, തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലുമറ്റോ ചെയ്തോ? തല്ലൊന്നുമില്ല, പക്ഷെ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. അതാ എനിക്ക് സങ്കടമായ. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി വേഗം കല്യാണം കഴിച്ച നിനക്ക് തുറയുന്നു പോകാലോ. നല്ല മസ്സിലുള്ള ചക്കന്റെ കൂടെ. എന്താ നീ എന്നോട് മിണ്ടാനും കൂടാനും വരണ്ട. മാലു, അവളൊന്ന് സമാനപ്പെട്ടു വന്നാ നീ വെറുതെ എന്തിനാ അവളെ ദേഷ്യം കിട്ടിയത്? ഓ, അവളുടെ ഒരു ദേഷ്യം അത് മാറ്റി ചിരിപ്പിക്കാൻ എത്ര വലിയ പാട്. ഞാൻ കാണിച്ചു തരാം പൂരം. വാടി വാടി ഓടി വാടി. ദീപം ദീപം കിട്ടിയ കൊല്ലി ഞാൻ. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. അയ്യടാ, സിനിമ പാട്ട് നേറി. ദീപം കാറ്റ് വന്ന് കിടത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി. ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നേ. മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടലും അല്ലേ? കാറ്റിനോട് പറയാൻ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഈ തറ മാതി പൊളിക്കും. മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ? എടാ, മുത്തശ്ശിയുടെ കിന്നാരം പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി വെള്ളം കോരിയിട്ടെ. അയ്യടാ, തുണി അലക്കഴിഞ്ഞൊന്നും നടന്നു വൃത്തിയുള്ളൂ. ഇനി ഒരു വെള്ളം കോരല്. എനിക്കും വേണ്ട ഒരു റെസ്റ്റ്. എന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ? തന്നെത്താൻ ചെയ്തങ്ങോട്ട് പടി. സരസു, സുമതി, നിങ്ങ വരണുണ്ടോടാ? പാവാട പൊക്കി പിടിക്കണ്ട, പാലത്തിന്റെ അടിയിലെ വെള്ളം പിച്ചു വെച്ചാൽ നല്ലല്ലോ. മുട്ടി അവിടെ പോയി കിടക്കരുത്. വേഗം വാ. എടാ, ഈ രാത്രി നീ എവിടെ തുള്ളാൻ പോവാ? തൊറയിലാശന്റെ വീട്ടില്. ഇത്തിരി നേരം സീരിയലുണ്ട്, കരയാനാ. പോടി. നിക്കടാ അവിടെ. എന്താ? ഞാനും വരുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ്സിൽ ജോസൂട്ടി ഒരു വാലടച്ചിരിക്കുക. ലീലാമ്മ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവള് ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോളാം. ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കൂടി? എടി സരളെ, നീ ഇന്ന് പൗണ്ടർ ഇട്ടില്ലേ? നല്ല മീന്റെ മണം ഉണ്ടല്ലോ. എന്തൊരു നാറ്റാ. എടി, കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ, അല്ലാണ്ട് മീൻ വാസനയല്ല. നിനക്ക് നല്ല മീനാറ്റുണ്ടല്ലോ. ഇങ്ങോട്ട് തിങ്ങിരിക്കും. സൈലൻസ്. എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും ഒന്നും മിണ്ടാതിരിക്കോ? അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ? പൂച്ചയോ? പൂച്ചല്ല, പൂജ. ദീപം 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 ദീപം. ദേവി എന്താണ് കുമാര? ആശാൻ പറഞ്ഞ പോലെ സംഭവിച്ചു. കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിനും കൂടി തടിയെടുക്കുമെന്ന് പറഞ്ഞില്ലേ? തടിയെടുത്തു. പണി തുടങ്ങാനുള്ള മാലിപ്പുരം കെട്ടി. അപ്പോ വള്ളങ്ങൾ 6 ആയി അല്ലേ? വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യയും ഒക്കെ വേണം.
ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് 120 അച്ചെങ്കിലും വേണ്ടി വരും. 4 പേര് നിന്ന് പണിയട്ടെ, പണി വേഗം തീരും. ഇവരുടെ വള്ളത്തെ മാത്രം മീൻ കയറണില്ലെന്നാ പറയണേ. മീൻ കയറണമെങ്കിൽ ആദ്യം കടലറിയണം, കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം, കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമിറക്കണം. നാളെ ദേവിക്കൊരു വെള്ളിവിളക്ക് നേർന്നിട്ട് വള്ളമിറക്കിക്കോ, ഒക്കെ നേരെയാവും. ഇനി ആരെങ്കിലും ദേവി രക്ഷിക്കണേ. ഇനി എല്ലാവരും ഇരുന്നു, എല്ലാവരും ഇരിക്കട്ടെ ഇവിടെ. മാലോടി ഇരുന്നു. ഇങ്ങനെ അന്തം വിട്ട് നോക്കണത്. അവിടുന്ന് ലീവ് എടുത്ത് പോന്നതാണോ? ലീവാ? കരള മരള അങ്ങനെ ഏതാണ്ടുണ്ടല്ലോ. കിടപ്പ് തീർന്നിട്ട് പോന്നാ. അപ്പൊ ഇനി പോവണ്ട. കണാരേട്ടാ, കാത്തു, നമ്മുടെ ആള് വന്നേട്ടാ. ആരാണ് ശാന്തമ്മോ? നമ്മുടെ ആള് ജയിലിൽ ചാടി. എടി പൊട്ടപ്പൊഴുത്തി ചാടി എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. നിന്റെ മട്ടുഭാവം കണ്ട ഞാനേതാണ്ട് ഗൾഫിൽ നിന്ന് വന്ന പോലെ ഉണ്ടല്ലോ. പരിപ്പോടെയാണ്. അല്ല, ഇതെപ്പോ വന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടില്ലല്ലോ. പോന്ന് കേറിയാണ്. അതെ, എടാ, നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ, ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി. ദിവാകരന്റെ വള്ളത്തെ ഇറങ്ങിയ പിന്നെ നേരെ ചൊവ്വ ഇത് ഞാൻ കടല് കണ്ടിട്ടില്ല. എന്ന് സൂക്കേടാ നിനക്കായിരിക്കും. അതൊക്കെ നമുക്ക് ഇനി ഉഷാറാക്കാല്ലേ കാണാനേട്ടാ. പിന്നെ അവനെവിടെ? രാധ? ചവിട്ടി നിന്റെ കച്ചന്മാരാ. പിന്നെ ആദ്യം ഊതി പേത്താൻ കളിക്കാം. അയ്യടാ, മാഷ് കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ കളിച്ചാൽ മതി. വലിയ ആളായി പോയി. രാധയുടെ അച്ഛൻ വന്നു. രാധ വന്നല്ല. വേഗം പാടി. വരികയല്ലേ? ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോലത്തിൽ തന്നെയാണോ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കയറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം.